ഞങ്ങൾ അതിനുശേഷം നേരെ പോയത് അവിടെ നിന്ന്, അതായത് ഈ പരിശോധന ഫയർഫോഴ്സ് അംഗങ്ങൾ അവിടെ വന്നു. അവർ ഓൾറെഡി മെഷീൻ അപ്പോഴേക്കും കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ആ സ്പോട്ടിൽ നിൽക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ തൊട്ടിപ്പുറത്ത് സൂപ്രണ്ടിന്റെ റൂമിൽ ഇരുന്ന് ഇത് മുഴുവൻ കാര്യങ്ങളും അവിടെ എന്താണ് ചെയ്യേണ്ടത്, എത്ര പേരുണ്ട്, ഫയർഫോഴ്സിന്റെ എത്ര പേരുണ്ട്, അവിടെ മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരിക, നിങ്ങളെല്ലാം അവിടെ പോയി കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? മെഷീൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിനകത്തൂടി മാത്രമേ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. അല്ല, ഇത് പണ്ടത്തെ അല്ലേ, 68 വർഷം മുമ്പത്തെ ബിൽഡിങ്ങിൽ നമ്മളിപ്പോ എങ്ങനെയാണ് അന്ന് റോഡ് ഉണ്ടാകണമെന്ന് നമ്മൾ എങ്ങനെയാണ് പറയാൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 68 വർഷം എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാലഘട്ടത്തിലെ ബിൽഡിംഗ് അല്ലേ, അതിൽ നമ്മളെങ്ങനെ ഇപ്പോൾ റോഡ് നിർമ്മിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ബിൽഡിങ്ങിനുള്ളിലൂടെ എങ്ങനെയാണ് കൊണ്ടുവരിക? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ കണ്ടു, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കണ്ടു, ആളുകൾ ഓഫീസേഴ്സ് മുഴുവൻ, ഇപ്പോൾ ACSും ഒക്കെ ആ മീറ്റിങ്ങിലായിരുന്നു, ഓഫീസേഴ്സ് മുഴുവൻ അവിടേക്ക് വന്നു. ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആളുകൾ വന്ന് കൂടി നിന്നിട്ടല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഫയർഫോഴ്സിനോട് കൃത്യമായി പറഞ്ഞു, നിങ്ങൾ എത്ര പേർ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഫയർഫോഴ്സ് അംഗങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ടീം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എത്ര പേർ ഇവിടെയുണ്ട്, അതിന് മെഷീൻ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക? അപ്പോൾ അടുത്ത വിഷയം വന്ന് മെഷീൻ അകത്തൂടെ വന്നപ്പോൾ ഈ നമ്മളവിടെ ബോർഡുകളൊക്കെ വെച്ചിരുന്നിടത്ത് അവിടെ തട്ടുകയാണ്, വരാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മെഷീൻ വന്ന് താമസം വിനാ തന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഈ 3 പേർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്തു. ഡോക്ടേഴ്സ് തന്നെയൊക്കെ എല്ലായിടത്തും വാർഡുകളിൽ മുഴുവൻ പോയി പരിശോധിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ CT സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരാളെ കുറിച്ച് ആ സമയത്ത് അതുകൊണ്ടാണ് ഇവർ 2 പേർ എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ പിന്നീട് എന്നിരുന്നാലും 2 പേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റാമെന്നുള്ളതല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണ് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സാധ്യമായത് തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് എത്തിക്കാൻ കഴിയുന്ന മെഷീൻ തന്നെ എത്തിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അല്ല ആ ഘട്ടത്തിൽ അല്ല, ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്, ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത്. ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം, അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം പരിശോധിക്കാം, നമുക്ക് പരിശോധിക്കാം എന്നൂടെ ഞാൻ പറഞ്ഞിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തുകയല്ലല്ലോ ചെയ്തത്. അപ്പോൾ മെഷീൻ കൊണ്ടുവന്നു, അതിനനുസരിച്ചിട്ട് അതിന്റെ പരിശോധന അല്ല, ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ എന്നോടാണല്ലോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. അപ്പോൾ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ, അതൊരു പ്രാഥമിക ഘട്ടമാണ്. വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെയാണ് എന്താണ് എന്ന്. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എല്ലാവരും പരസ്പരം എൻഗേജ്ഡ് ആണ്. ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെയാണല്ലോ, ഇതിന് തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെയൊക്കെ ക്യാമറകൾ പരിശോധിച്ചാലും മതിയാകും. നിങ്ങളുടെ എങ്ങനെയാണ് ഒന്നും ഒരു റൂമിലിരുന്നല്ലോ പറയുന്നത്. അപ്പൊ എന്ത് ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അത് അപ്പാടെ നിങ്ങളോട് പറയുന്നു. അല്ല, അതൊക്കെ നമുക്ക് അതാണല്ലോ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞത്. അതെന്താണെന്നുള്ളത് റിപ്പോർട്ട് വരട്ടെ, നമുക്ക് നോക്കാം. അല്ല, അത് അടച്ച ബ്ലോക്കാണ് എന്നുള്ളത് തന്നെയാണ്.
അടഞ്ഞ് ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരുന്നൊരു ബ്ലോക്ക് ആണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ. അല്ല അത് ഞാനല്ല, അത് പരിശോധിക്കണമല്ലോ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധനയിൽ നമുക്ക് കാണാം. അപ്പോൾ ആ ഇൻഫർമേഷൻ അത് ആ രീതിയിൽ നൽകിയിട്ടുണ്ട്. അത് എങ്ങനെ നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ കാണാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. മിനിറ്റ്സ് ഉണ്ടല്ലോ, യോഗത്തിന്റെ മിനിറ്റ്സ് ഉണ്ടല്ലോ. അത് 30/5/2025 അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു കൗണ്ട് ഡൗൺ നിശ്ചയിച്ചു. ആ കൗണ്ട് ഡൗണിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ. വാസ്തവത്തിൽ ജൂലൈ 31 തോന്നുന്നു അല്ലേ? ജൂലൈ 31 ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. കാരണം OTകൾ കൂടി, ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി പൂർത്തിയായി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ OTകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അത് ഏതാനും ആഴ്ചകൾ എടുക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഷിഫ്റ്റ് ചെയ്യുക. ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുക മാത്രമാണെങ്കിൽ അത് പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിൽ ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഒരു മെഷീൻ അവിടെ എത്തി ഇത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അത് അതിൻ്റെ അർജൻസി എന്താണ്, ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് തന്നെയാണ്. അതുകൊണ്ടാണ് മിനിസ്റ്ററും ഞാനും വന്നപ്പോൾ തന്നെ ഈ മെഷീൻ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും നിങ്ങളെല്ലാം കണ്ട ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഇത്രയും പഴയ കെട്ടിടത്തിനുള്ളിൽ ഇത് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു. ആ ദുർഘടങ്ങളെ മറികടന്ന് അവിടെ എത്തിച്ചത്. ഈ റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് ഈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഇപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഇപ്പുറത്തെ ബ്ലോക്കിലും എത്തിയിരുന്നു, കാഷ്വാലിറ്റിയിൽ പോയിരുന്നു, മുറിവേറ്റവരെ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും അതിൽ അവിടെ ഉണ്ടോ, കുടുങ്ങി കിടപ്പുണ്ടോ എന്നുള്ളത് പരതുന്നതിന് തന്നെയാണ്, അന്വേഷിക്കുന്നത് തന്നെയാണ് അത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അപ്പോൾ അത് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് തീർച്ചയായിട്ടും അതല്ലാതെ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് അത് നോക്കാം നമുക്ക് എന്താണെന്ന്. ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മള് ഇതില് പരിശോധിക്കാമെന്ന് പറയുന്നതിലപ്പുറം വ്യക്തമായ ഒരു മറുപടി പറയണ്ടേ. ഇത് മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. പരിശോധിക്കാമെന്നുള്ളതിനപ്പുറം കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയിൽ സമ്മതിക്കേണ്ടത്. നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണിത്. 2013 ഒരു കത്തിനകത്ത് പറയുകയാണ്, അതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഈസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. 2013 അതിനുശേഷം അല്ല, ഞാൻ പറയട്ടെ, 2016 ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ. 2016 കിഫ്ബിയിലൂടെ, ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു. അല്ല, നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ്? ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. അല്ല, ഞാൻ പറയട്ടെ, അത് വളരെ ദുഃഖകരമായിട്ടുള്ളത്. അല്ല, ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ. അല്ല, അത് റിപ്പോർട്ട് വരട്ടെ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നോക്കൂ,
അവർക്ക് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ജാഗ്രത പാലിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം താഴത്തെ 2 നില ഉപയോഗിക്കേണ്ടതില്ല, മുകളിലത്തെ 1 നില ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് തുറന്നു കൊടുക്കുന്നോ അല്ലെങ്കിൽ തുറന്നിട്ടിരിക്കുന്നോ അവരത് ഉപയോഗിക്കുന്നു. അപ്പൊ അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. അതൊരു നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് അതിനകത്ത്. നോക്കൂ, ഇപ്പോ നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗാണ്, ആദ്യത്തെ ബ്ലോക്കാണ്. അപ്പൊ ഇതില് ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുക, ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്കാണ്. മറ്റൊരു ബ്ലോക്ക് സാധാരണ വാർഡാണെങ്കിൽ കുഴപ്പമില്ല, കാരണം സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളുള്ള ബ്ലോക്കാണ്. കഴിഞ്ഞ 2017-18 കാലയളവിലാണ് ഇതിനൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത്. ആ നിലയിൽ ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് കാലഹരണപ്പെട്ടോ എന്നുള്ള, അല്ലെങ്കിൽ ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്ററും ബഹുമാനിയായ ശൈലജ ടീച്ചറും കൂടെ അന്ന് HDSന്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ, ഇവിടുത്തെ MLA. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. 21-22 കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല. 8 നിലകളിലുള്ള കെട്ടിടമാണ്. 8 നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ്. അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഞാനും വാസവ മിനിസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത്. ദുഃഖകരമായ കാര്യമാണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഈ ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാനിനി അത് ചെയ്യാവുന്ന എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ അത് നമുക്ക് ജില്ലാ കളക്ടർ അത് HDCയുടെ ചെയർമാൻ കൂടിയാണല്ലോ. അല്ല, അത് പരിശോധിക്കട്ടെ. നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുകയല്ലേ, ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത്. ആ നിർമ്മാണം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വീഴ്ച. അവിടെ ആ രോഗികൾ പോകുന്നു, ആ കെട്ടിടം തകർന്നു, ഒരാൾ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്വം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. ഈ 567 കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അതല്ലേ ചെയ്തത്. അവരൊരു ചെറിയ സെറ്റപ്പ് വെച്ചിട്ട് അവർ ആ ചികിത്സ തുടർന്നുകൊണ്ടാണ് അവർ മുകളിലേക്ക് പോകുന്നത്. ഇതിപ്പോ ഈ കെട്ടിടത്തിന്റെ ഒരു 10-60-70% പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കെട്ടിടം പൂർണ്ണ അർത്ഥത്തിൽ സജ്ജീകരിച്ചത്? വലിയൊരു ബിൽഡിംഗ് ആണ് അത് എന്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയൊക്കെ ചെയ്തതുപോലെ നിർമ്മാണം പൂർത്തിയായ തുറന്നു കൊടുക്കുക? അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വൈകിയിരിക്കുന്നത് എന്താണ് അതിന്റെ ഒരു കാരണം? നമ്മൾ മിനിസ്റ്റർ തന്നെ പോയിട്ടുള്ള അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യം പറയും. കാരണം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു നിലയിൽ, ICU ഒരു നിലയിൽ, അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മിനിസ്റ്ററും കൂടി പറയും. ഇവിടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഉണ്ടല്ലോ, അവര് മറുപടി പറയും. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അവര് പറയും, മറുപടി പറയും, അവര് പറയൂല്ലോ. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കണ്ട വിഷയങ്ങൾ വെച്ചിട്ടാണ്. പിന്നിൽ നടന്ന സംഭവം യാഥാർത്ഥ്യബോധത്തോടു കൂടി മിനിസ്റ്റർ പറഞ്ഞു. ഒന്ന്, ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിംഗ്, അതിന് കാലപ്പഴക്കമുണ്ട്. സ്വാഭാവികമായി പുതിയ ബിൽഡിംഗ് വരണം. ആ പുതിയ ബിൽഡിങ്ങിന് വേണ്ടി ഇവിടെ വായിച്ച ഒരു കത്ത് പഴയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇത് സൂചിപ്പിച്ചിട്ട് 2016 വരെ അതിന് ഫണ്ട് വെക്കുകയോ കെട്ടിടത്തെക്കുറിച്ച് ആലോചിക്കുകയോ ആരും ചെയ്തിരുന്നില്ല. 2016 ശേഷം 1ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്താണ് ഇത് കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് വെച്ച് കിഫ്ബി പ്രോജക്റ്റ് വന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കുന്ന 2021 എത്തുമ്പോഴേക്ക് കോവിഡിൻ്റെ ശേഷമാണ് പണി ആരംഭിക്കാൻ കഴിയുന്നത്. 526 കോടി രൂപ സർജിക്കൽ ബ്ലോക്കിനും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കുമായിട്ടും അനുവദിച്ചു. അതിലാദ്യം സർജിക്കൽ ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു.
565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്റർ. പണി 99% തീർന്നു. കഴിഞ്ഞ 30-ാം തീയതി ഇവിടെ ഇതേ ഹാളിൽ ചേർന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കൂടെ വിളിച്ചു വരുത്തി, ഞാനും ഉണ്ട്, ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ജൂലൈ മാസത്തിൽ പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഉദ്ഘാടനം പിന്നീട് നടത്താം, നമുക്ക് പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങണമെന്ന ആ യോഗത്തിൻ്റെ തീരുമാനം. അതിൽ അവസാനമായി വരേണ്ടിയിരുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അത്യാവശ്യം ചില ഭാഗങ്ങളാണ്. ബാക്കിയെല്ലാം തീർന്നിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച കുറേ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിക്കൂടാ. തിയേറ്റർ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. തിയേറ്റർ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് സർജിക്കൽ ബ്ലോക്ക്, സർജറി തിയേറ്റർ വേണമല്ലോ സർജറി നടക്കണമെങ്കിൽ. അപ്പുറേ ആ ബ്ലോക്കിൽ 10 തിയേറ്റർ ഉണ്ട്, ഇവിടെ 14 തിയേറ്ററാണ്. 2 കൂടെ പിന്നീട് വരും 16. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ മെയിൻ്റനൻസ് ആണ് അവസാനം നടക്കാനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മുൻ മാസങ്ങളിൽ കഴിയാതെ ജൂലൈയിൽ എന്തായാലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി കണ്ട് അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത്രയും ഒരു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നീങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നിർഭാഗ്യകരമാണ് ആ സംഭവം. നമുക്കെല്ലാം വിഷമവും വേദനയും എല്ലാം ഉണ്ട്. ഇനി അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ വീണ്ടും ശ്രമിക്കുക. അതുകൊണ്ടാണ് അടിയന്തരമായി ഇപ്പോൾ കൂടി പ്ലാൻ ചെയ്ത് അവിടെ 6 വാർഡുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 360 ബെഡുണ്ട്. ആ 360 ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് നാളെ രാവിലെ തൊട്ട് മാറ്റി അവരെ സേഫ് ആക്കും. ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ മുഴുവനാണ് 360 6 ബ്ലോക്ക്. ഞാൻ 6 വാർഡുണ്ട്. 6 ഒരു വാർഡിൽ 60, 6 36. അതിലെല്ലാവരെയും ഇങ്ങോട്ട് മാറ്റാൻ ഇപ്പൊ തീരുമാനിച്ചു. മുഴുവൻ ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ മുഴുവൻ ഇങ്ങോട്ട് മാറ്റിയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് 42ഓളം IC ബെഡും ഉണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഏറ്റവും പെട്ടെന്നൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ അടിയന്തരമായി തന്നെ ചെയ്യുകയാണ്. അതാണ് മിനിസ്റ്റർ സാന്നിധ്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്ത് ഹെൽത്ത് സെക്രട്ടറി ഉണ്ട്, ACS, അതുപോലെ പ്രിൻസിപ്പൽ ഉണ്ട്, സൂപ്രണ്ട് ഉണ്ട്, DMO ഉണ്ട്, ഇവരെല്ലാം ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്. അവരതിൻ്റെ പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു. ആ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സൂചിപ്പിച്ചു. അതനുസരിച്ച് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവത്തിൽ ആരെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കാനോ അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി ഇന്നതാണ് കുഴപ്പം എന്ന രൂപത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു ശരിയല്ല. പരിശോധിച്ച് ആ കാര്യത്തിൽ കാര്യങ്ങൾ അല്ല ആവശ്യമാണെങ്കിൽ അത് പരിശോധിക്കാൻ പറയാൻ പറ്റുമോ? നമുക്ക് മുൻവിധിയോടുകൂടി ഒരു കാര്യത്തിൽ ഇന്നതാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഒരു സംഭവം ഉണ്ടായി അല്ല ഉണ്ടാകുമെന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾ മുൻവിധിയോട് കൂടി എന്നെ കൊണ്ട് ഉണ്ടാകും അറിയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എനിക്കറിയാം. അല്ല ഈ കാര്യത്തിൽ ഉണ്ട്. നിങ്ങൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മിനിസ്റ്ററോട് സംസാരിച്ച ഭാഷ ഞാൻ കേട്ടു. അല്ല നമുക്ക് ശാന്തമായി ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം അന്യോന്യം അറിയുന്നവരല്ലേ. ഈ കാര്യത്തിൽ ശാന്തമായും ഭൗതികമായും ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഇരുന്നവർക്ക് കഴിയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏത് ചോദിച്ചാലും ഒരു കൃത്യമായ മറുപടിയുണ്ട്. അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ചോദ്യം കൂടി ചോദിച്ചു. ഈ കാലതാമസം വന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും വേറൊരു മീറ്റിംഗ്, CM-ന്റെ മീറ്റിംഗ്
ആദ്യം മാറ്റുക, അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. ഡിസ്ചാർജുകൾ ഒരു പേഷ്യന്റിനെ പോലും ആവശ്യമില്ലാതെ ഡിസ്ചാർജ് ചെയ്യരുത്. ഡിസ്ചാർജിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന പേഷ്യന്റ് പോകുന്നെങ്കിൽ അവർക്ക് നേരത്തെ കാർഡ് കൊടുത്തുവില്ല. അത് മാത്രമേ അവര് പറയുന്നത് അവരങ്ങനെയല്ല പറയുന്നത്. അവരോട് ഉൾക്കൊള്ളാൻ പറഞ്ഞു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അല്ല, എന്തായാലും നമ്മളുടെ സൈഡിൽ ഇതിലിപ്പം എനിക്കും കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ഹോസ്പിറ്റൽ ലെവലിൽ നമ്മൾ ഇതായിരുന്നു തീരുമാനിച്ചതും ഓർഡർ കൊടുക്കും. ഇനി ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് നിലവാരത്തിൽ അവർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ആരെയും നിർബന്ധിച്ച് വിടേണ്ട കാര്യമില്ല. അതെ, അവിടെ എന്തെങ്കിലും നമ്മൾ മുന്നറിയിപ്പ് സംവിധാനമോ അല്ലെങ്കിൽ അവിടെ ആളുകളെ പോകുന്ന വിലക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാരണം നിരന്തരമായിട്ട് അവിടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെ, 11ാം വാർഡ് 14ാം വാർഡ് ഈ അതിനോട് ചേർന്നിട്ടായിരുന്നു ഈ ടോയ്ലറ്റ് ബ്ലോക്ക്. ഇതൊരു സെപ്പറേറ്റ് ഇതായിട്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരം വാർഡിൻ്റെ അകത്ത് തന്നെ ഇപ്പം നമുക്ക് പുതിയൊരു ബ്ലോക്ക് പണിയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സാമ്പത്തിക നഷ്ടം കണക്കാക്കാതെ വാർഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ കൺസ്ട്രക്ട് ചെയ്ത് അവിടെ പോകാവുള്ളൂ. ഇത് അടച്ചിട്ടിരുന്നു. ഇത് വെറുതെ സ്റ്റോർ റൂം പോലെ അവർ സ്റ്റാഫൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഉപയോഗിക്കരുത്. അത് ഹെഡ് നഴ്സിൻ്റെ ചുമതലയാണ്. അത് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്ന രജിസ്ട്രേഷൻ കൊടുത്തിരുന്നതാണ്. പിന്നെ ഏറ്റവും മുകളിലത്തെ 10ാം വാർഡിൻ്റെ ഒരു സൈഡിലെ ഒരു ടോയ്ലറ്റ് ഇതിലേക്ക് തള്ളി നിൽക്കുന്നതാണ്. അത് ആകസ്മികമായിട്ട് തുറന്നിട്ടതാണ്. എന്താണെന്നുള്ളത് ഇനിയും വിശദമായിട്ട് പരിശോധിച്ചാലേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലും എന്നും നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. ഏതെങ്കിലും ഏരിയയിൽ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ നമ്മൾ ഒന്നുകൂടെ പരിശോധിച്ചു. നമ്മൾ ഈ റോഡിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ഒരു ബോർഡ് സ്ഥാപിക്കും. അതുപോലെ ഒരു ബോർഡ് പോലും അവിടെ നമ്മളെ നോക്കി കാണില്ല. സൈൻ ബോർഡ് ഒന്നുമില്ല. കാരണം അത്രയും അപകടാവസ്ഥകളുടെ കെട്ടിടമാണ്. വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടുള്ളതാണ്. അവിടെ പോകുന്ന ഒരു തരത്തിലും ആരും വിലക്കിയിട്ടില്ലെന്നാണ് ആളുകൾ പറയുന്നത്. നിരന്തരം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ബൈസ്റ്റാൻഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഈ താഴത്തെ 2 ഡെഫിനറ്റ്ലി 100% അടച്ചിട്ടിട്ട് അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നതാണ്. മുകളിലത്തെ കാര്യത്തിൽ ഞാൻ ഒന്നും കൂടി അത് വിശദമായിട്ട് ചോദിക്കാൻ പറ്റും എന്താണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഉദ്യോഗസ്ഥ നിർദ്ദേശം നൽകിയാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 2 നിലകളിൽ പ്രവർത്തിക്കുന്നില്ല, 3ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്നില്ല. 10ാം വാർഡിനോട് ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് പ്രവർത്തിക്കുന്നത് രാവിലെ ഡോക്ടർ പറഞ്ഞതാണ് ആ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞാണ് അവിടെ അങ്ങനെ ഉപയോഗിക്കുന്നത്. 3ാമത്തെ നിലയിലെ അത് നമ്മൾ അതിന്റെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ നമുക്കിതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് എനിക്ക് ഓർത്ത് പറയാൻ പറ്റുന്നില്ല. അവിടെ വിശദമായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഡിസ്ചാർജ് വാങ്ങാൻ പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും ആരെങ്കിലും നിർബന്ധമായിട്ട് ഒരു ഡിസ്ചാർജ് ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയും. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാവും. അത് അവർ ആരെയും നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് വിടുന്നില്ല. പുതിയ വാർഡുകളെല്ലാം ഇപ്പുറത്ത് സജ്ജമാവുകയാണ്. ആൾക്കാരെ എത്രയും വേഗം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് നമുക്ക് അവൈലബിൾ ഫർണിച്ചർ ഇപ്പം നമുക്ക് കുറേ ഫർണിച്ചർ കിട്ടാനുള്ളതെല്ലാം ഇപ്പോൾ നമ്മൾ മറ്റുള്ള പണ്ട് കോവിഡിന് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള ഫർണിച്ചറുകളോ അങ്ങനെയുള്ളതൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട്. അതെല്ലാം ഷിഫ്റ്റ് ചെയ്ത് രാത്രിയിൽ തന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, കോൺട്രാക്ടറുടെ ആൾക്കാരുണ്ട്, നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളുണ്ട്, ഇവർ റിട്ടയർ ആയ ആൾക്കാരുണ്ട്. എല്ലാവരെയും മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഇത് എത്രയും വേഗം ആ രോഗികളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാനും ഇന്ന് രാത്രിയിൽ അവരവരുടെ ഭയത്തോടു കൂടി നിൽക്കാതെ അവരെ കംഫർട്ടബിൾ ആയിട്ട് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്.